ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സൗമ്യ സിമ്പിൾ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ ഫിഷ് ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഒരു മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 5 വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക്, പിന്നെ ഒരു 6 ചെറിയ ഉള്ളി, 2 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂണ് പെരുംജീരകം, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് വെള്ളം, ഇതെല്ലാം കൂടി ഒഴിച്ചിട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരണം കേട്ടോ. ഇത് നന്നായി ഫൈനായിട്ട് അരിഞ്ഞിരിക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഞാനിതാ മീനൊക്കെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അയില മീനാണ് കേട്ടോ എനിക്ക് കിട്ടിയിരിക്കണേ. അതിൻ്റെ മുകളിൽ നന്നായി കത്തിയോണ്ട് അടുപ്പിച്ചൊന്ന് വരഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഈ മസാലക്കൂട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ. കൈ കൊണ്ട് തന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് 1 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം. അതിനുശേഷം ഞാനിതാ ഒരു പാൻ വെച്ചു. ആ പാനിലേക്ക് ഇത് വറുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇതേ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഓരോ മീനും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 6 മീനാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. 6 മീനിന് വേണ്ടിയിട്ടുള്ള മസാലയാണ് ഞാനത് തയ്യാറാക്കിയിരിക്കണേ. ഇനി പിന്നെ നമുക്കതിൻ്റെ മുകളിലേക്ക് കുറച്ച് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാൻ ഇപ്പോൾ ഫ്ലെയിം മീഡിയം ടു ലോ ഇതിലാണ് കേട്ടോ വെച്ചിരിക്കണേ. ഹൈയിൽ വയ്ക്കരുത്. ഹൈയിൽ വെച്ചാൽ പെട്ടെന്ന് ഈ മസാലയൊക്കെ അങ്ങനെ കരിഞ്ഞ് കറുത്ത് പോവും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും മീഡിയം ടു ലോയിൽ വെക്കണം. ഇതിപ്പോൾ ഞാൻ ഒരു ഭാഗം മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കുകയാണ്. നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ മസാലക്കൂട്ട് ചേർത്തിട്ട് മീൻ വറുക്കുമ്പോൾ നല്ല സ്വാദാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്